Good evening, everybody. Good evening. Good evening. Good evening. Good evening, President. Good evening. Good evening. We are just starting. നമുക്ക് തുടങ്ങാമല്ലോ. തുടങ്ങാം. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. 1904 മുതൽ YMCA, YWCA ലോകമെമ്പാടുമുള്ള എല്ലാ യൂണിറ്റുകളും സംയുക്തമായി ആചരിക്കുന്ന ഈ ഐക്യ പ്രാർത്ഥനയുടെ ഈ വർഷത്തിലെ പ്രാർത്ഥനയുടെ 2ാം ദിനത്തിലാണ് നാം ആയിരിക്കുന്നത്. വന്നു ചേർന്നിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വിശിഷ്ടാതിഥികൾക്കും സ്വാഗതം ആശംസിക്കുന്നു. നമുക്ക് പ്രാർത്ഥനയോടെ തുടരാം. ഇപ്പോൾ ഒരു പ്രാർത്ഥനാ ഗാനത്തോടുകൂടി നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം നാം ആരംഭിക്കുകയാണ്. YWCAയും അതുപോലെ തിരുവനന്തപുരം YMCAയുടെയും അംഗങ്ങൾ ചേർന്ന് ആലപിച്ചിട്ടുള്ള ഒരു ഗാനം, ഒരു പ്രാർത്ഥന ഗാനം ഇപ്പോൾ നമുക്ക് ശ്രവിക്കാം. പറ്റി സ്തോത്രം പാടിടും, 1000 സ്തുതികൾ ഞാൻ കരേറ്റിടും. ദൈവമേ നിനക്ക് സ്തോത്രം പാടിടും, 1000 സ്തുതികൾ ഞാൻ കരേറ്റിടും. സദാകാലത്തും സന്തോഷകാലത്തും സദാകാലത്തും സന്തോഷകാലത്തും എപ്പോഴും നിന്നെ നാമം നിന്നെ വാഴ്ത്തുമേ, എപ്പോഴും നിന്നെ നാമം നിന്നെ വാഴ്ത്തുമേ. ദൈവമേ നിനക്ക് സ്തോത്രം പാടിടും, 1000 സ്തുതികൾ ഞാൻ കരേറ്റിടും. പോയ പാതയിൽ നീ എന്നെ തേടി വന്ന സ്നേഹമോർക്കുമ്പോൾ, നിന്നെ അറിഞ്ഞിടാതെ പോയ പാതയിൽ നീ എന്നെ തേടി വന്ന സ്നേഹമോർക്കുമ്പോൾ, എന്നാവളിഞ്ഞൊരി മിടാതിരുന്നിടും, എന്നാവളിഞ്ഞൊരി മിടാതിരുന്നിടും. സ്തോത്രയാഗമെന്നും അർപ്പിച്ചിടും ഞാൻ, സ്തോത്രയാഗമെന്നും അർപ്പിച്ചിടും ഞാൻ. ദൈവമേ നിനക്ക് സ്തോത്രം പാടിടും, 1000 സ്തുതികൾ ഞാൻ കരേറ്റിടും. ആകാശങ്ങളിൽ നിന്നും വീണ്ടെടുത്ത നീ, ആഴങ്ങളിൽ സ്ഥിരപ്പെടുത്തി നീ. ആകാശങ്ങളിൽ നിന്നും വീണ്ടെടുത്ത നീ, ആഴങ്ങളിൽ സ്ഥിരപ്പെടുത്തി നീ. എന്നാലും നന്ദി, നിറസഹിതം, എന്നാലും നന്ദി, നിറസഹിതം. സ്തോത്രയാഗമെന്നും അർപ്പിച്ചിടും ഞാൻ, സ്തോത്രയാഗമെന്നും അർപ്പിച്ചിടും ഞാൻ. ദൈവമേ നിനക്ക് സ്തോത്രം പാടിടും, 1000 സ്തുതികൾ ഞാൻ കരേറ്റിടും. നിന്നെ അനുദിനം നയിച്ചിടണമേ, നിന്നെ ആയിരം നിന്നെ അടുക്കലെത്തിടാൻ. നിന്നെ അനുദിനം നയിച്ചിടണമേ, നിന്നെ ആയിരം നിന്നെ അടുക്കലെത്തിടാൻ. ആരംഭമായിടും ആത്മാവിൽ തന്നതായി, ആരംഭമായിടും ആത്മാവിൽ തന്നതായി. സ്തോത്രയാഗമെന്നും അർപ്പിച്ചിടും ഞാൻ, സ്തോത്രയാഗമെന്നും അർപ്പിച്ചിടും ഞാൻ. ദൈവമേ നിനക്ക് സ്തോത്രം പാടിടും, 1000 സ്തുതികൾ ഞാൻ കരേറ്റിടും. താങ്ക് യു. സ്തോത്രയാഗം എന്നും അർപ്പിച്ചിടും ഞാൻ.
നമുക്ക് വീണ്ടും പ്രാർത്ഥനയ്ക്കായിട്ട് നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, തലകളെ വണക്കാം. പ്രാരംഭ പ്രാർത്ഥനയിൽ നമ്മെ നയിക്കുന്നത് YWCയുടെ മുൻകാല പ്രസിഡന്റ് ആയിരിക്കുന്ന ബഹുമാനമുള്ള ശ്രീമതി ഗീത ജോർജ്. പ്രാർത്ഥനയ്ക്കായി നമുക്ക് തലകളെ വണക്കാം. ഞങ്ങളെ അത്യധികമായി സ്നേഹിക്കുകയും കരുതുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. YMCA, YWCA എന്നിവയുടെ സംയുക്ത നേതൃത്വത്തിൽ അഖില ലോക പ്രാർത്ഥനാ വാരം ഓൺലൈനിൽ കൂടി ആചരിക്കുകയാണല്ലോ. എല്ലാ ദിവസത്തെയും ആരാധനകൾ ആദ്യ അവസാനം വരെ ഭംഗിയായി നടത്തുന്നതിന് അവിടുന്ന് കൃപ ചെയ്യണമേ. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയയുമുള്ള കർത്താവെ, അവിടുത്തെ സ്നേഹവും കരുതലും എല്ലാവരോടും കൂടെ പ്രത്യേകിച്ച് ഈ COVID-19 മഹാമാരിയുടെ സമയത്ത് ഉണ്ടായിരിക്കണമേ. അതിൽ നിന്നെല്ലാം ഞങ്ങളെ വിടുവിച്ച് ഞങ്ങളെ കാത്തുരക്ഷിക്കണമേ. ഏത് പ്രതിസന്ധിയിലും തളർന്നു പോകാതെ പ്രവർത്തിപ്പാൻ സ്നേഹത്തിൽ അടിസ്ഥാനമായ ക്രിസ്തീയ ദർശനം ഞങ്ങൾക്ക് തരയണമേ. നശിച്ചു പോകാത്ത സ്വർഗീയ ഭാഗ്യങ്ങളെ തേടി ജീവിപ്പാൻ ഞങ്ങളെ ഒരുക്കണമേ. തിരുവചനത്തിലൂടെ തക്ക സമയത്ത് ദൈവിക സന്ദേശങ്ങൾ പകർന്നു തന്ന് ഞങ്ങളെ ശക്തരാക്കുകയും നേർവഴിയിലൂടെ നടത്തുകയും ചെയ്യുന്ന കൃപയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. വിശ്വാസത്തിൽ വളരുവാനും അനുസരണത്തോടും വിശ്വസ്തയോടും ക്രിസ്തീയ ജീവിതം നയിപ്പാനും ദൈവവചനത്തിന്റെ സത്യത്തെ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുവാനുമുള്ള ദൈവകൃപ ഞങ്ങൾക്ക് തരയണമേ. കർത്താവെ, എന്തിലും ഏതിലും അങ്ങേക്ക് പ്രഥമ സ്ഥാനം നൽകുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഞാൻ യഹോവയെ എല്ലാ കാലത്തും എൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്നു. അവൻ എൻ്റെ വലത്തുഭാഗത്തുള്ളതിനാൽ ഞാൻ കുലുങ്ങിപ്പോവുകയില്ല. ആ ഒരു ഉറപ്പും ധൈര്യവും ബലവും ഞങ്ങൾക്ക് തരയണമേ. YMCA, YWCA എന്നീ പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനങ്ങളിൽ ചുമതല വഹിക്കുന്ന എല്ലാവരും ഈ സമയത്ത് അവിടുത്തെ മുൻപിൽ വയ്ക്കുന്നു. അവരവർ ഏറ്റിരിക്കുന്ന ചുമതലകൾ വിശ്വസ്തയോട് ചെയ്യുവാൻ ഓരോരുത്തർക്കും ഇടയാക്കണമേ. കർത്താവെ, നിന്റെ ആലോചനയിൽ ഞങ്ങളെ വഴി നടത്തി നിന്റെ ശക്തിയാൽ ഞങ്ങളെ ബലപ്പെടുത്തണമേ. പ്രാർത്ഥനയാൽ സ്ഥാപിതമായ YWCA, YMCAയുടെ എല്ലാ പ്രവർത്തനത്തെയും അനുഗ്രഹിക്കണമേ. ദൈവമേ, പ്രാർത്ഥനയുടെ ആവശ്യകതയെ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ. എല്ലാറ്റിനു വേണ്ടിയും എപ്പോഴും പ്രാർത്ഥിപ്പാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ. ദൈവമേ, അനുതാപ ഹൃദയത്തോടെ ഞങ്ങൾ അർപ്പിക്കുന്ന ഈ പ്രാർത്ഥന ദേശത്തിന് അനുഗ്രഹമാക്കി തീർക്കണമേ. ഞങ്ങളുടെ എല്ലാ മെമ്പേഴ്സിനെയും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. രോഗത്തിന്റെ ശക്തിയിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. അവിടുന്ന് ഞങ്ങൾക്ക് ചരിഞ്ഞ എല്ലാ കൃപകൾക്കായും സ്തോത്രം. ചോദിച്ചൽ പരമായ കൃപകളെ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. സകലതും അവിടുത്തെ തിരുനാമത്തിൽ യാചിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരുളണമേ. ആമേൻ. താങ്ക് യു മാഡം. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്കും ധ്യാനത്തിനുമായി പ്രത്യേകമായി ക്രമീകരിച്ചിരിക്കുന്ന വേദഭാഗം നമുക്കിപ്പോൾ വായിച്ചു കേൾക്കാം. വേദഭാഗം നമുക്ക് വേണ്ടി വായിക്കുന്നത് YWCയുടെ ഇപ്പോഴത്തെ റെക്കോർഡിംഗ് സെക്രട്ടറി ആയിരിക്കുന്ന ശ്രീമതി റീന എറ്റിച്ചെറിയ. പ്ലീസ്. Today's Bible reading is taken from Habakkuk chapter 2 verses 1 to 3. I will stand my watch and set myself on the rampart and watch to see what he will say to me and what I will answer when I am reproved. Then the Lord answered me and said, write the vision and make it plain on tablets, that he may run who reads it. For the vision is yet for an appointed time, but at the end it will speak and it will not lie. Though it tarries, wait for it, because it will surely come. It will not tarry. Here ends the reading. Thank you, madam. നമ്മുടെ ഈ വെർച്വൽ മീറ്റിംഗ് ധാരാളം ആളുകൾ പല ഭവനങ്ങളിൽ പല സ്ഥലങ്ങളിൽ ഇരുന്ന് അറ്റൻഡ് ചെയ്യുന്നു എന്നതിൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈ ഒരു സമ്മേളനത്തിന് സ്വാഗതം ആശംസിക്കുന്നതിനായി YWCയുടെ വൈസ് പ്രസിഡന്റ് ആയിരിക്കുന്ന ശ്രീമതി സാറ കുരുവിളയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. President of Trivandrum YMCA, can you hear me? Yes, yes. Can you hear me? Okay. Yeah, President we of can hear you, Trivandrum for sure. YMCA. Pardon? Carry on. Okay. President of Trivandrum YMCA, Mr. James Joseph. President of Trivandrum YWCA, Mrs. Nina Thomas. Chief guest of the evening, Dr. Usha Titus IAS. Spiritual Program Chairman, YMCA Chevalier Dr. Koshi M. George. Religious Program Chairperson, YWCA Mrs. Shema George. Members of YMCA and YWCA.
As we are into the second day of our week of prayer, it is very heartening to know that we have a very enthusiastic group who have joined the virtual meeting today. It gives me immense pleasure beyond measure to welcome the chief guest of the evening, Dr. Usha Titus, IAS. She's going to talk to us on the subject, spiritual and economic empowerment through crisis. As you all know, she is presently working as Principal Secretary, Higher Education and Environment under Government of India. Prior to this posting, she served as Joint Secretary in the Ministry of Finance, Government of India. She was part of the creation of two international banks, namely the BRICS New Development Bank and the Asia Infrastructure Investment Bank. What I felt most impressive about her is that she was a rank holder like her two sisters in school and in medical college. She did her MBBS from CMC Vellore and MD in General Medicine from Trivandrum Medical College. She joined the IAS in 1993 and yet again she was a topper among the women. In the span of her career, she has served as District Collector of Calicut and Palakkad. She is married to Dr. Titus P. Koshi, who served in the Indian Railway Traffic Service. She is blessed with a daughter, Amrita, who is the Deputy Commissioner in the Indian Revenue Service. With a heart full of pride and admiration, I welcome Dr. Usha Titus to this gathering. I also take this opportunity to welcome all the members of Trivandrum YMCA and YWCA for responding to this week of prayer in a very enthusiastic way. Thank you. എൻഷ കഴിഞ്ഞു. Okay, വെൽക്കം കഴിഞ്ഞു. thank you, madam. പ്രിയമുള്ളവരെ, ഈ വർഷത്തെ ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ വളരെ പ്രതികൂലമായ ഒരു സാഹചര്യത്തിലൂടെ ലോകം കടന്നു പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ നല്ല കാര്യങ്ങളെ പറ്റി ചിന്തിക്കുവാനും തുടർന്ന് നീതിയുടെയും സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു ലോകം എങ്ങനെ കെട്ടിപ്പടുക്കാം എന്ന ഒരു ചിന്തയാണ് മുഖ്യമായും ഈ പ്രാർത്ഥനാ വാരത്തിലൂടെ നാം നടത്തുന്നത്. ഇന്നലെ ബ്രീത്തിങ് ടുഗദർ ഇൻ സോളിഡാരിറ്റി എന്നൊരു വിഷയത്തെ പറ്റി നാം ചിന്തിച്ചു. ഇന്ന് ചിന്തിക്കുന്ന വിഷയം ഇവിടെ പറഞ്ഞതുപോലെ സ്പിരിച്വൽ ആൻഡ് എക്കണോമിക് എംപവർമെന്റ് ത്രൂ ക്രൈസിസ്, പ്രതിസന്ധികളിലെ ആത്മീയ ഭൗതിക നിയോഗം എന്നതാണ്. ഈ വിഷയം കൈകാര്യം ചെയ്യുവാനായി നമുക്ക് ഇന്ന് ദൈവം തിരഞ്ഞെടുത്ത് അയച്ചിരിക്കുന്നത് ഏറ്റവും സ്നേഹവും ബഹുമാനമുള്ള ഡോക്ടർ ഉഷ ടൈറ്റസ് IAS ആണ്. ഇവിടെ സ്വാഗതം ആശംസിച്ചപ്പോൾ പറഞ്ഞു, ഇന്ന് ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിൽ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിട്ട് മാഡം വർക്ക് ചെയ്യുകയാണ്. തീർച്ചയായിട്ടും ഇന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾ അവരുടെ വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും കൂടുതൽ പ്രതികൂലം അനുഭവിക്കുന്ന ഒരു കാലഘട്ടം കൂടെയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും മാഡത്തിന്റെ ഇന്നത്തെ ഈ മെസ്സേജ് നമുക്ക് വളരെ ഉപകാരമായിരിക്കും, ഉപയുക്തമായിരിക്കും. അതുകൊണ്ട് വളരെ സ്നേഹത്തോടെ ആദരവോടുകൂടി ഡോക്ടർ ഉഷ ടൈറ്റസ് IAS അവരുടെ ഇന്നത്തെ സന്ദേശം നൽകുവാനായിട്ട് സാദരം ക്ഷണിക്കുന്നു. Ms. Nina Thomas, Mr. James Joseph, Ms. Sarah Kuruvula, Chevalier Dr. Koshi George, members of YMCA and YWCA, and dear friends in Christ. Thank you very much for your kind words and for giving me an opportunity to be with all of you as we meditate for a week in prayer. നാം പ്രാർത്ഥനാ വാരത്തിന്റെ 2ാം ദിവസത്തിലാണ്. പ്രതിരോധ ശേഷിയുള്ള സമൂഹങ്ങളെ എങ്ങനെ വളർത്താം എന്നതാണ് നാം ധ്യാനിക്കുന്നത്. ഇന്നത്തെ ചിന്താവിഷയമോ ഇറ്റ് ഇസ് ദിസ്: സ്പിരിച്വൽ ആൻഡ് ഇക്കണോമിക് എംപവർമെന്റ് ത്രൂ ക്രൈസിസ്.
പ്രതിസന്ധികളിലൂടെ ആത്മീയ സാമ്പത്തിക ശാക്തീകരണം എന്ന വിഷയമാണ്. നാം പലപ്പോഴും അകപ്പെടുന്ന ഒരു സാഹചര്യമാണ് ഡിക്കൻസിന്റെ A Tale of Two Cities-ൽ പറഞ്ഞിരിക്കുന്നത് പോലെ, it was the best of times, it was the worst of times. ജീവിതത്തിൽ നിരാശാജനകമായ ഒരു യാഥാർത്ഥ്യമാണ് പ്രതിസന്ധികളുടെ തീരാത്ത നിര എന്നുള്ളത്. And often it feels that only we get the worst of times, while നമ്മുടെ കൂട്ടുകാർക്കും അയൽക്കാർക്കും they get to enjoy the best of times. പക്ഷേ പ്രതിസന്ധികൾ, കഷ്ടപ്പാടുകൾ മനുഷ്യൻ ഉണ്ടാകും എന്നാണ് വേദപുസ്തകം പറയുന്നത്. യേശുക്രിസ്തു തന്നെ തന്റെ ശിഷ്യന്മാർ അടങ്ങുന്ന ആൾക്കൂട്ടത്തോട് പറഞ്ഞു, ദിനവും കുഴപ്പമുണ്ടാകുമെന്ന്. മത്തായി 6:34 നാം വായിക്കുന്നു, അതത് ദിവസത്തിൽ അന്നന്നത്തെ ദോഷം മതിയെന്ന്. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടേണ്ട. കോവിഡ് എന്ന മഹാമാരിയും 200 രാജ്യങ്ങളിൽ അത് പടർന്നതുകൊണ്ടും ഓരോ രാജ്യവും അതിനെ പ്രതിരോധിക്കുവാൻ വേണ്ടി ലോക്ക്ഡൗൺ പോലെയുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത് കൊണ്ടും ഒരു മഹാവിപത്താണ് നമ്മുടെ ലോകത്തിൽ ഉണ്ടായിരിക്കുന്നത്. 5 കോടി കേസുകൾ, 12.5 ലക്ഷം മരണങ്ങൾ. ഇന്ത്യയിലാണെങ്കിൽ 85 ലക്ഷം കേസുകൾ, ഏകദേശം 1.25 ലക്ഷം മരണങ്ങൾ. ഗ്ലോബൽ ഇക്കോണമി തന്നെ 2020 IMF-ന്റെ പ്രൊജക്ഷൻ പ്രകാരം 3% ചുരുങ്ങും. 4 കോടി ജനങ്ങൾക്ക് ഇന്ത്യയിൽ, പ്രത്യേകിച്ചും അത് അസംഘടിത മേഖലയിലാണ്, ജോലി നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അന്യസംസ്ഥാന തൊഴിലാളികളുടെ ദുരിതം നാം കണ്ടു. 300 പേരാണ് വിശപ്പ് കൊണ്ടും തളർച്ച കൊണ്ടും മരിച്ചു വീണത്. നമ്മുടെ കേരളത്തിൽ തന്നെ ലോക്ക്ഡൌണിന് ശേഷം ഉള്ള 3 മാസത്തിനുള്ളിൽ, ജൂലൈ 10-നുള്ളിൽ 66 കുട്ടികളാണ് ആത്മഹത്യ ചെയ്തത്. മറ്റു പ്രതിസന്ധികളും മനുഷ്യരാശി നേരിട്ടിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് പാഠങ്ങൾ പഠിക്കുവാനുണ്ട്. അതുകൂടാതെ നമ്മുടെ കർത്താവ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇവയിൽ നിന്നും എടുക്കുന്ന കുറച്ചു കാര്യങ്ങൾ ഇന്ന് ചിന്തിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. ഒന്നാമതായി, a crisis or this crisis is not as bad as we think it is. 1 കൊരിന്ത്യർ 10:13 പറഞ്ഞിരിക്കുന്നത് പോലെ, മനുഷ്യന് നടപ്പല്ലാത്ത പരീക്ഷ നമുക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിനും മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കില്ല. എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ അച്ഛൻ ഇത് മനസ്സിലാക്കുവാൻ പറഞ്ഞിട്ടുള്ള ഒരു കഥയിലൂടെയാണ് ഞാൻ ഇത് നിങ്ങളോട് എത്തിക്കാൻ ശ്രമിക്കുന്നത്. എൻ്റെ അച്ഛൻ്റെ അച്ഛൻ, എൻ്റെ വല്യപ്പച്ചൻ, അതിരാവിലെ എഴുന്നേറ്റ് തൻ്റെ കൃഷിയിടത്തിലേക്ക് പോകുമായിരുന്നു, ഒരു കട്ടൻ കാപ്പിയും കുടിച്ചുകൊണ്ട്. ഉച്ചയാകുമ്പത്തേക്ക് വല്യമ്മച്ചി ചോറും ഉണ്ടാക്കി എൻ്റെ അച്ഛൻ്റെ കയ്യിൽ, മകന്റെ കയ്യിൽ കൊടുത്തു വിടും. ഒന്നും കയറി എൻ്റെ അച്ഛൻ ബാലൻ അവിടെ ചെന്ന് കൊടുത്തതിന് ശേഷം തിരിച്ചു വരുമ്പോൾ വല്യപ്പച്ചൻ എന്തെങ്കിലും കായ്ഫലം, കാച്ചിലോ കപ്പയോ ചക്കയോ ഈ അച്ഛൻ്റെ തലയിൽ വെച്ചു കൊടുക്കും. തലയിൽ വെക്കുന്നതിന് മുമ്പ് കൃഷിക്കാരനായ അപ്പച്ചൻ ആ കായ്ഫലത്തിന്റെ വെയിറ്റ് തൻ്റെ കയ്യിൽ എടുത്തൊന്ന് അസസ് ചെയ്ത് നോക്കും. ഈ ബാലന് ഇത് താങ്ങുവാൻ സാധിക്കുമോ എന്ന്. താങ്ങുവാൻ സാധിക്കും എന്ന് ബോധ്യമായ ആ വെയിറ്റാണ് ബാലന്റെ തലയിൽ വെച്ച് താഴോട്ട് വിടുന്നത്. നമ്മുടെ കർത്താവും നമ്മളോട് ചെയ്യുന്നത് ഇത് തന്നെയാണ്. നമുക്ക് സഹിക്കാൻ കഴിയാത്തതിനു മേലെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കും. പരീക്ഷ നേടുവാൻ സഹായത്തക്കവണ്ണം നമുക്ക് പോക്കുവഴിയും കർത്താവ് തന്നെ ഉണ്ടാക്കുന്നു. 2, this too will pass away. ഈ ഘട്ടവും കടന്നു പോകും.
നമുക്ക് ഭവിച്ചതിനേക്കാൾ എത്രയോ മോശമാകാമായിരുന്നു കാര്യം. വളരെ ഇബോള പോലെ ഇൻഫെക്ഷ്യസ് അല്ല കോവിഡ് എന്ന വൈറസ്. ഈ ഘട്ടവും നാം കടന്നു പോകും. യുദ്ധങ്ങൾക്ക് പുറപ്പെടും മുമ്പേ പണ്ട് ഒരു രാജാവിന് തന്റെ വിശ്വസ്തനായ മന്ത്രി ഒരു മോതിരം കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ മോതിരത്തിൽ ഒരു രഹസ്യമുണ്ട്. രാജാവിന് എല്ലാം നഷ്ടപ്പെട്ട് വളരെയധികം സങ്കടത്തിൽ ഏകാന്തതയിലാകുമ്പോൾ ഈ മോതിരത്തിന്റെ മുകൾ ഭാഗം തുറന്നു നോക്കുക. രാജാവ് ആദ്യം യുദ്ധം ജയിക്കുന്ന പോലെ തോന്നിയെങ്കിലും അവസാനമായപ്പോൾ ആ യുദ്ധത്തിൽ തോറ്റുപോവുകയാണ്. തന്റെ പടയാളികളിൽ കുറെ പേര് മരിച്ചുപോയി, കുറെ പേര് ഓടിപ്പോയി. രാജാവ് തനിച്ച് എങ്ങനെയെങ്കിലും ആ യുദ്ധകളത്തിൽ നിന്നും ഓടി രക്ഷപ്പെടുകയാണ്. ഓടി 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 അദ്ദേഹം ഒരു കാട്ടിൽ ഒരു ഗുഹയിൽ കയറി അഭയം പ്രാപിക്കുന്നു. അവിടെ വെച്ച് വളരെയധികം ദാഹിച്ച് ക്ഷീണിച്ചിരിക്കുമ്പോൾ മന്ത്രിയുടെ വാക്കുകൾ ഓർക്കുന്നു. അങ്ങനെ ഈ മോതിരത്തിന്റെ മുകൾ ഭാഗം തുറന്നു നോക്കുമ്പോൾ കാണുന്നത്, അതിനകത്ത് ഇപ്രകാരം എഴുതി വെക്കുന്നു, ഈ ഘട്ടവും കടന്നു പോകും. This too will pass away. ഇത് വായിച്ചുടനെ രാജാവിന് കുറച്ച് ധൈര്യവും സമാധാനവും ഉണ്ടാവുന്നു. പതുക്കെ അദ്ദേഹം ആ കാട്ടിലെ ആൾക്കാരുമായിട്ട് ഒരു സംഘം ചേരുന്നു. ചെറിയ സൈന്യം പോലെ ഉണ്ടാകുന്നു. അടുത്തുള്ള ചെറിയ രാജ്യത്തെ ആക്രമിക്കുവാൻ ധൈര്യമുണ്ടാകുന്നു. ആ രാജ്യത്തിനു മേൽ വിജയം നേടിയപ്പോൾ പതുക്കെ പതുക്കെ വലിയ സൈന്യത്തോടുകൂടി വലിയ യുദ്ധങ്ങളിലേക്ക് പുറപ്പെട്ടു. അവസാനം തന്റെ സ്വന്തം രാജ്യം തന്നെ വീണ്ടെടുക്കുവാൻ സാധിച്ചു. വിജയ ശ്രീലാളിതനായി കൊട്ടാരത്തിലേക്ക് എത്തി തന്റെ പഴയ സിംഹാസനത്തിൽ ഇരുന്നു. ചുറ്റും ജയ ജയ ഘോഷങ്ങൾ ശബ്ദമായിരുന്നു. ആ സമയത്ത് അദ്ദേഹം വീണ്ടും തന്റെ മോതിരം തുറന്നു നോക്കിയപ്പോൾ അതിനകത്ത് എഴുതിയിരിക്കുന്ന ഈ ഘട്ടവും കടന്നു പോകും. അപ്പോൾ രാജാവ് തല താഴ്ത്തി. അദ്ദേഹത്തിന് മനസ്സിലായി താഴ്മയോടുകൂടി രാജഭരണം ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ കടമയാണ്. അങ്ങനെ വളരെ ജനസമ്മതനായ ഒരു രാജാവാകുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. റെവറൻഡ് സാജൻ പി മാത്യു എഴുതിയ പാട്ട് ഈ ചിന്ത തന്നെ പ്രകീർത്തിക്കുന്നു. ഒരു മഴയും ഇരുന്നിട്ടില്ല, ഒരു കാറ്റും അടങ്ങാതിരുന്നിട്ടില്ല, ഒരു രാവും പുലരാതിരുന്നിട്ടില്ല, ഒരു നോവും കുറയാതിരുന്നിട്ടില്ല. തിരമാലയിൽ ചെറുതോണിയിൽ അമരത്ത് അരികിൽ നാഥനുള്ളപ്പോൾ. 3. In a crisis, let us remain calm. പ്രതിസന്ധി ഘട്ടങ്ങളിൽ നമുക്ക് ശാന്തരായിരിക്കാം. ദാവീദ് പലവട്ടം ശാന്തനാകേണ്ടി വന്നിട്ടുണ്ട് എന്ന് നാം വായിക്കുന്നു. സങ്കീർത്തനക്കാരൻ 131 ഇപ്രകാരം പറയുന്നു, ഞാൻ എൻ്റെ പ്രാണനെ മിണ്ടാതാക്കിയിരിക്കുന്നു. പൗലോസ് കൊളോസ്യർക്ക് എഴുതിയ ലേഖനം 3:15 ഇപ്രകാരം പറയുന്നു, ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ വാഴട്ടെ എന്ന്. നാം അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധി മുഴുവനായും നമ്മുടെ കൈകളിന്റെ കൺട്രോളിലാണെങ്കിൽ, അല്ലെങ്കിൽ ഭാഗികമായിട്ടാണെങ്കിൽ കൂടി നാം വെപ്രാളിച്ചതുകൊണ്ട് ഒരു ഗുണവും കിട്ടുന്നില്ല. കാർ ഓടിച്ചിട്ടുള്ളവർക്കറിയാം, മഴ നനഞ്ഞ് മണ്ണിളകിയ കുന്നിന്റെ വഴികളിലൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് പോയാൽ ടയർ ആ മണ്ണിൽ താന്നു പോകും. എത്തേണ്ട സമയത്ത് എത്തണമെന്ന് വിചാരിച്ച് ആക്സിലറേറ്റർ പ്രസ് ചെയ്തുകൊണ്ടിരുന്നാൽ വീണ്ടും മണ്ണിൽ പൊതിയുകയുള്ളൂ. ആർക്കും അതുവഴി കടന്നു പോകാൻ സാധിക്കാത്ത രീതിയിൽ നാം ഒരു വഴിമുടക്കി പോലും ആകും. യേശുക്രിസ്തു പറയുന്നു, ഡു നോട്ട് വറി. ഇന്ന് നമുക്കുള്ള സന്ദേശം ഒന്നും കൊണ്ട് വിചാരപ്പെടരുത് എന്നുള്ളതാണ്. ആകാശത്തെ പറവകളെ നോക്കുവീൻ, വയലിലെ താമര വളരുന്നത് നോക്കുവീൻ. വിചാരപ്പെടുന്നത് കൊണ്ട് ഒരു മുഴം പോലും തന്റെ നീളത്തോട്ട് കൂട്ടുവാൻ ആർക്കും സാധിക്കില്ല. നമ്മളോടുള്ള ആഹ്വാനം ഇന്ന് എന്താണ്? ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കുക.
പരീക്ഷകളിൽ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നീതി നടപ്പാക്കുന്നത് ഇച്ചിരി കൂടുതൽ അവിടെയാണ് നമ്മുടെ സുവിശേഷം പറയുന്നത് ദൈവത്തിന്റെ രാജ്യവും നീതിയും അന്വേഷിക്കാൻ, ദൈവത്തിന്റെ വഴി മനസ്സിലാക്കുവാൻ, ദൈവത്തിന്റെ പ്ലാൻസ് മനസ്സിലാക്കുവാൻ വേദപുസ്തകത്തിലേക്ക് നാം നമ്മുടെ പഠനം കേന്ദ്രീകരിക്കുവാൻ. സ്വർഗസ്ഥനായ നമ്മുടെ പിതാവിന് അറിയാം നമുക്ക് എന്ത് ആവശ്യമുണ്ട്. ആ ധൈര്യത്തോടുകൂടി ഇന്ന് നമുക്ക് അധികം വ്യാകുലപ്പെടേണ്ട. അഞ്ചാമതായി, ദൈവം നമുക്ക് പ്രതിസന്ധികളിൽ പോക്കുവഴി നൽകിയിട്ടുണ്ട്. God has given us practical help. പലപ്പോഴും നമ്മുടെ അഹങ്കാരം, നമ്മുടെ ഈഗോ ആണ് മറ്റുള്ളവരോട് സഹായം ചോദിക്കുന്നതിൽ നിന്നും നമ്മെ നിരുത്സാഹപ്പെടുത്തുന്നത്. എന്നാൽ യാക്കോബിന്റെ ലേഖനത്തിൽ 5-ാം അധ്യായത്തിൽ പറയുന്നു, നിങ്ങൾ കഷ്ടം അനുഭവിക്കുന്നുണ്ടോ? അവർ പ്രാർത്ഥിക്കട്ടെ. സഭയിലെ മൂപ്പന്മാരെ കൂട്ടി വരുത്തി YMCA YWCA ചെയ്യുന്നത് പോലെ ഒരുമിച്ച് പ്രാർത്ഥിക്കട്ടെ എന്ന്. The point to note is that some of our aid in times of crisis, God gives us through the leaders who shepherd us. But some come through our secular, non-believer friends. നമ്മുടെ സഹായം അയൽക്കാർ, ചാർച്ചക്കാർ, ആരാധനക്കൂട്ടം എന്നിവരിൽ നിന്ന് വരാം. ചിലപ്പോൾ അധികാര സ്ഥാനങ്ങളിൽ നിന്നും വരാം. ഇതിലൊരു പാഠമുണ്ട്. നാളെയും പ്രതിസന്ധികൾ ഉണ്ടാകും. അതിനാൽ ഇന്ന് തന്നെ നമുക്ക് അവരോട് ഒത്തുചേരാം, അവരെ സഹായിക്കാം. അവരുടെ പ്രതിസന്ധികളിൽ നാളെ നമ്മളോടൊപ്പം അവർ കാണും. And that is how we build the resilient communities that YMCA YWCA is focusing on. 6, we are called to bear much fruit, remaining in Christ at all times. യേശുക്രിസ്തുവിൽ അധികം ഫലം കായ്ക്കേണ്ടവരാണ് നാം എല്ലാ കാലത്തും, പ്രതിസന്ധി ഘട്ടത്തിലും സുഖകാലത്തും. ലോക്ക്ഡൌൺ കാലയളവിൽ കേരള സർക്കാർ 3000 കോടി രൂപയുടെ ഒരു ഭക്ഷ്യ സുരക്ഷാ പദ്ധതിക്ക് ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കി. വീടുകളിൽ അടുക്കളത്തോട്ടങ്ങൾ ഉണ്ടാക്കാൻ പച്ചക്കറി വിത്തും ടെക്നിക്കൽ അഡ്വൈസും നൽകുന്നു. തരിശു സ്ഥലങ്ങളിൽ കൃഷി ഇറക്കാൻ തീരുമാനിക്കുന്നു. കൃഷിക്കാർക്ക് ഇതുകൂടാതെ താങ്ങുവിലയും പ്രഖ്യാപിക്കുന്നു. അങ്ങനെ പലരും തോട്ടം പരിപാലകരായി സ്വന്തം അധ്വാനം കൊണ്ടുണ്ടാക്കുന്ന പച്ചക്കറിയും പഴവർഗവും നെല്ലും ഭക്ഷിച്ചും വിതരണം ചെയ്തും വിറ്റും സംതൃപ്തിയും സന്തോഷവും പങ്കുവയ്ക്കുന്നു. സാമ്പത്തികമായും ഇപ്രകാരമുള്ള കൂട്ടായ്മയ്ക്ക് ഫലം കണ്ടു. തോട്ടക്കാരായ നമ്മളും കായ്ക്കാത്ത കൊമ്പൊക്കെയും നീക്കിക്കളയും, കായ്ക്കുന്നതൊക്കെയും യോഹന്നാൻ 15:2 പറഞ്ഞിരിക്കുന്നത് പോലെ അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. ഈ ചെത്തി വെടിപ്പാക്കൽ ജീവിതത്തിന്റെ ഭാഗമാണ്. Pruning therefore is a part of life. കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെ ദൈവം വിളിക്കുന്ന മനുഷ്യർ നെരിയപ്പെടും. ദൈവം ആശിക്കുന്ന മാതൃകയിൽ പണിയപ്പെടുമ്പോൾ നാം ദൈവത്തിന്റെ വേലയിൽ പങ്കാളികളാവുന്നു. 7, crisis drive us closer in fellowship and worship with our God. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വന്തമായി കായ്പാൻ കഴിയാത്തതുപോലെ പ്രതിസന്ധികൾ നമ്മെ സൃഷ്ടാവിനോട് അടുപ്പിക്കുന്നു. ജോ ബൈഡൻ അമേരിക്കയുടെ 46ാം പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, തൻ്റെ വിശ്വാസമാണ് തൻ്റെ ജീവിതത്തിന്റെ പേഴ്സണൽ ട്രാജഡികളിൽ തന്നെ കരകയറാൻ സാധിപ്പിച്ചതെന്ന്. 1972 ആദ്യമായി സെനറ്ററായി വിജയിച്ചതിന് ശേഷമാണ് തൻ്റെ ഭാര്യയുടെയും മകളുടെയും കരകയറാൻ സാധിച്ചത്.
ഒരു കാർ ആക്സിഡന്റ്. 2012 തന്റെ മകന്റെ അദ്ദേഹത്തിന്റെ ബയോഗ്രാഫർ ജൂൾസ് nothing was more secret to Mr. Biden than his church, and nothing more cherished than his family. എന്നാണ് പൗലോസ് പറയുന്നു, ഞാൻ നിഗളിച്ചു പോകാതിരിക്കാൻ ജഡത്തിൽ ഒരു just look at that. തന്റെ മെയ്മയിൽ നിന്ന് റുമാലും ഉത്തരീയവും രോഗികളും കൊണ്ടുവന്നിട്ട് അവർക്ക് സൗഖ്യം ഉണ്ടാകുകയും ദൂതന്മാർ പുറപ്പെടുകയും ചെയ്തു. 3 വട്ടം ശൂലത്തെ മാറ്റുവാൻ അപേക്ഷിച്ചിട്ട് ദൈവം അത് ചെയ്തില്ല. പിന്നെയോ, എന്റെ കൃപ നിനക്ക് മതി, എന്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്നാണ് ദൈവം പൗലോസിനോട് പറഞ്ഞത്. പക്ഷെ പൗലോസ് അത് കൈക്കൊണ്ടു. അതുകൊണ്ട് ഈ പൗലോസ് ഫിലിപ്പിയായിൽ കാരാഗ്രഹത്തിൽ കിടന്നപ്പോൾ തന്റെ കടമയാണ് ചെയ്തത്. മറ്റുള്ളവരെ ദൈവത്തെക്കുറിച്ച് ദൈവത്തിന്റെ രക്ഷയെക്കുറിച്ച് പറയുക എന്നുള്ളത്. അർദ്ധരാത്രിയിൽ ദൈവത്തിന് പാടി സ്തുതിച്ചപ്പോൾ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം ഇളകിയെന്നും വാതിലുകൾ തുറന്നു എന്നും കാരാഗ്രഹ പ്രമാണിയും കുടുംബവും രക്ഷ പ്രാപിച്ചു എന്നും പൗലോസിന് വിടുതലുണ്ടായെന്നും നാം വായിക്കും. അപ്പോൾ പ്രതിസന്ധികളിലും നാം ചെയ്യേണ്ട കടമ നാം ചെയ്തുകൊണ്ടേയിരിക്കണം. We are not called to run away from our responsibilities in times of crisis. As individuals and as a community, let us be always found at our duty. 1780 മെയ് 19 അമേരിക്കയിലെ ഹാർട്ട്ഫോർഡ് കണക്ടിക്കട്ടിൽ ഉച്ച സമയത്ത് ആകാശം ഇരുണ്ടു. അപ്പൊ അകാലത്തിരുട്ട് പടർന്നപ്പോൾ പലർക്കും ഭയങ്കര ഭയമായി. അവര് കമിഴ്ന്ന് വീണ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കാരണം ലോകം അവസാനിക്കുന്നു എന്ന് ഒരു ശ്രുതി പടർന്നു. ആ ദിവസം കണക്ടിക്കട്ടിലെ അസംബ്ലി വാസ് ഇൻ സെഷൻ. അപ്പോൾ ചില മെമ്പേഴ്സ് എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു അഡ്ജോൺമെന്റ് വേണം. കേണൽ ഡാവൻപോർട്ട് വാസ് ദ സ്പീക്കർ. അദ്ദേഹം പറഞ്ഞു, ഒന്നുകിൽ ന്യായപതി ദിവസം വന്നിരിക്കുന്നു, അല്ലെങ്കിൽ ഇന്ന് ആ ദിവസമല്ല. ഇന്നല്ല ന്യായപതി ദിവസമെങ്കിൽ ഒരു അഡ്ജോൺമെന്റും ആവശ്യമില്ല. ആണെങ്കിൽ കൂടി അഡ്ജോൺമെന്റ് വേണ്ട. കാരണം നമ്മൾ കടമ ചെയ്യുന്നത് ദൈവം കണ്ടാൽ മതി. Today is the day of judgment. Let me be found at them. അതുകൊണ്ട് മെഴുതിരി കൊണ്ടുവരൂ എന്ന് അദ്ദേഹം പറഞ്ഞു എന്ന് റെക്കോർഡ് ചെയ്തു. യേശുക്രിസ്തു പറഞ്ഞു, Blessed is that servant whom his Lord, when he cometh, shall find so doing. യജമാനൻ തന്റെ വീട്ടുകാർക്ക് തൽസമയത്ത് ഭക്ഷണം കൊടുക്കേണ്ടുന്നതിന് അവരുടെ മേലാക്കി വെച്ച വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസനാർ. യജമാനൻ വരുമ്പോ അങ്ങനെ ചെയ്തു കാണുന്ന ദാസൻ ഭാഗ്യവാൻ. വേദപുസ്തകത്തിൽ നാം ഇതിനായി ധാരാളം ഉദാഹരണങ്ങൾ കാണുന്നു. മോശ തന്റെ അമ്മായിയപ്പനായ യത്രോവിന്റെ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന വേളയിലാണ് ഹോറേബ് വരെ ചെന്നു ആടുകളെ തേടി. അപ്പോഴാണ് യഹോവയുടെ ദൂതൻ മുൾപടർപ്പിന്റെ നടുക്കൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷമായത്. യഹോവയുടെ ദൂതൻ വന്നപ്പോൾ ഗിദെയോൻ മിദ്യാനിയരുടെ കയ്യിൽ പെടാതിരിക്കുന്നതിന് മുന്തിരി ചക്കിനരികെ വെച്ച് ഗോതമ്പ് മെതിക്കുകയായിരുന്നു. ആരും ഈ പ്രതിസന്ധി കാരണം നാം വെറുതെ ഇരിക്കാം, അല്ലെങ്കിൽ കള്ളുകുടിച്ചിരിക്കാം, അല്ലെ പേടിച്ചിരിക്കാം എന്ന് ചിന്തിച്ചു. ശമൂവേൽ ഇശ്ശായിയുടെ മകനെ രാജാവായി അഭിഷേകം ചെയ്യാൻ ചെന്നപ്പോൾ ദാവീദ് തന്നെ ഏൽപ്പിച്ച കടമ ചെയ്യുകയായിരുന്നു, ആടുകളെ മേയ്ക്കുകയായിരുന്നു. ആദ്യ ക്രിസ്മസ് രാത്രിയിൽ the shepherds were doing their duty. They were keeping watch
over their flock at night. യേശു ഗലീല കടൽപ്പുറത്ത് നടക്കുമ്പോൾ മുക്കുവരായ ശിമോൻ പത്രോസും അന്ത്രയോസും കടലിൽ വല വീശുന്നതായാണ് കണ്ടത്. അതുപോലെ തങ്ങളുടെ അപ്പനായ സെബദിയുമായി പടകിലിരുന്ന് മുക്കുവ സഹോദരങ്ങളായ യാക്കോബും യോഹന്നാനും വല നന്നാക്കുന്നതാണ് യേശു കണ്ടത്. ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം വെളുക്കുമ്പോൾ മഗ്ദലക്കാരത്തി മറിയ കല്ലരക്കൽ ചെന്ന് സുഗന്ധവർഗവുമായി കർമ്മപ്രകാരം തന്റെ കടമ ചെയ്യാൻ. അങ്ങനെയാണ് അവർ ലോകത്തിന്റെ ആദ്യത്തെ മിഷണറി ആകുന്നത്. 8ാമതായി നാം ഓർക്കേണ്ടുന്ന വസ്തുത ഇതാണ്: we are not called to be successful, we are called to be faithful. ഒരു പണ്ഡിതൻ പ്രാർത്ഥിച്ചതുപോലെ, Lord help us to be faithful, then give us the grace to leave the results. മാർക്ക് ഹാറ്റ്ഫീൽഡ് എന്ന പേരുള്ള ഒരു സെനറ്റർ ഒരിക്കൽ കൽക്കത്തയിലെ മദർ തെരേസയെ സന്ദർശിച്ചു. അവിടെ മദർ തെരേസ നമുക്കറിയാം രോഗം ബാധിച്ച കുട്ടികളെയും മരണക്കിടക്കയിലുള്ള അനവധി വൃദ്ധരെയും ശുശ്രൂഷിക്കുന്നതായാണ് കണ്ടത്. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, can you bear this load without being crushed by it? ഈ തീയിൽ എരിഞ്ഞമരാതെ എങ്ങനെ സാധിക്കുന്നു? മദർ തെരേസ പറഞ്ഞു, my dear senator, I am not called to be successful, I am called to be faithful. അവസാനമായി പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൂടി കടക്കുമ്പോൾ നാം എന്ത് സാക്ഷ്യമാണ് നമ്മുടെ പിൻപേ വരുന്നവർക്ക് വെച്ചിട്ട് പോകുന്നത്? What footprints can we leave as a praying, faithful community to others in times of crisis? 18ാം നൂറ്റാണ്ടിലെ ഒരു ഇംഗ്ലീഷ് ബിസിനസ്സുകാരന്റെ പ്രാർത്ഥന ഇപ്രകാരമായിരുന്നു എന്ന് വായിച്ചിട്ടുണ്ട്: സ്വർഗസ്ഥനായ ദൈവമേ, ദൈവത്തിന് അറിയാമല്ലോ, ഞാൻ ലണ്ടനിൽ 9 വീടുകൾ വാങ്ങിയിട്ടുണ്ട്. കൂടാതെ കഴിഞ്ഞ മാസം എസെക്സിൽ ഒരു എസ്റ്റേറ്റും ഞാൻ വാങ്ങി. അതുകൊണ്ട് മിഡിൽ സെക്സിലും എസെക്സിലും തീപിടുത്തത്തിൽ നിന്നും ഭൂകമ്പത്തിൽ നിന്നും കാത്തു സൂക്ഷിക്കണം. ബാക്കിയുള്ള ഭൂമിയിൽ ദൈവത്തിന്റെ ഇഷ്ടം പോലെ ചെയ്തു കൊള്ളണം. For many, the love of God is reduced to what we can get out of him, and a loyalty that is conditional upon his coming up to our expectations. ഇപ്രകാരമുള്ള വിശ്വാസം യോബിന്റെ കൂട്ടുകാരുടെയും മനോഭാവം പ്രതിസന്ധികളിൽ മരണക്കെണി ഒരുക്കുന്നു. വിശ്വാസവീരരായ യോബിന്റെ ചിന്ത, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. ഇന്നത്തെ ചിന്താവിഷയത്തിന്റെ ഭാഗമായിട്ട് വായിച്ച ഹബാക്കുക്ക്, അത്തിവൃക്ഷം തളിർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവം ഉണ്ടാകുകയില്ല, എങ്കിലും that word yet is so profound. എങ്കിലും ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ഉല്ലസിക്കും. ഹബാക്കുക്കിന്റെയും യോബിന്റെയും വീക്ഷണം നമുക്ക് സ്വായത്തമാക്കേണ്ടിയിരിക്കും. ചിലപ്പോൾ ഇതിനായിട്ട് വലിയ ത്യാഗം പ്രതിസന്ധിയിലൂടെ നൽകേണ്ടി വരും. ചരിത്രത്തിൽ തന്നെ എന്തുകൊണ്ട് ദൈവമേ നീ എന്നെ കൈവിട്ടു എന്ന ചോദ്യം ഏറ്റവും കൂടുതൽ മുഴങ്ങിയത് ഓഷ്വിറ്റ്സിലാണ് എന്ന് പറയപ്പെടുന്നു. 11 ലക്ഷം യൂതരാണ് ആ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ നരകയാതന അനുഭവിച്ച് മരിച്ചത്. 2004 ഡിസംബർ 26 സുനാമി തിരകളാൽ നാഗപട്ടണത്തെ 6000 പേർ മരിക്കുകയുണ്ട്. അതിൽ ശ്രീ പരമേശ്വരന്റെയും ശ്രീമതി ചൂടാമണിയുടെയും 3 മക്കളും 7 ബന്ധുക്കളും ഉണ്ടായിരുന്നു. പരമേശ്വരനും തിരകളിൽ പെട്ടു, പക്ഷേ അദ്ദേഹം രക്ഷപ്പെട്ടു. ആരായിരുന്നു ഇവർ? പരമേശ്വരനും ചൂടാമണിയും ഹൈന്ദവ മതത്തിൽ നിന്നും ക്രിസ്ത്യാനികളായവരായിരുന്നു. എല്ലാ ഞായറാഴ്ചയും അവർ സാമത്തൻപട്ടായി എന്ന മുക്കുവ ഗ്രാമത്തിൽ ചെന്ന് യേശുവിനെ കുറിച്ച് സംസാരിക്കുമായിരുന്നു.
സുനാമി വന്നതിന് ശേഷം നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ ചൂടാമണിയെയും അവരുടെ പുതിയ വിശ്വാസത്തെയും എത്രമാത്രം മറ്റുള്ളവർ കുറ്റം പറഞ്ഞിരിക്കുന്നു. തീർച്ചയായും അവരുടെ ബന്ധുക്കൾ പറയുമായിരുന്നു, മതം മാറിയത് കൊണ്ടാണ് തങ്ങളുടെ മക്കളെ നഷ്ടപ്പെട്ടത്. ചൂടാമണി പറയുന്നത് ഇപ്രകാരം: ഞാൻ 3 നാൾ തീയിൽ പിടയുന്ന പുഴുവിനെ പോലെ ദൈവമേ നീ എവിടെ എന്ന് ചോദിച്ചുകൊണ്ടിരുന്നു. പലവട്ടം ആത്മഹത്യ ചെയ്യട്ടെ എന്ന് ചിന്തിച്ചു. അവസാനം ദൈവത്തിന്റെ സ്വരം ഞാൻ കേട്ടു: നിന്റെ ഭർത്താവിനെ രക്ഷിച്ച എനിക്ക് നിന്റെ 3 മക്കളെയും രക്ഷിച്ചുകൂടായിരുന്നു? എനിക്ക് നിന്റെ ജീവിതത്തെ കുറിച്ച് ഒരു ഉദ്ദേശമുണ്ട്. ഇത് ചൂടാമണിക്ക് ആശ്വാസവും സമാധാനവും നൽകി. ചൂടാമണിയും പരമേശ്വരൻ സുനാമിക്കിരയായവരെ രക്ഷയിലേക്ക് നയിക്കുവാൻ തീരുമാനിച്ചു. തങ്ങളുടെ വീടിന്റെ വാതിലുകൾ തുറന്ന് സുനാമി കാരണം അനാഥരായ 18 കുട്ടികളെ തങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ആ വീട്ടിനൊരു പുതിയ പേരും കൊടുത്തു, നമ്പിക്കൈ, ദ ഹൗസ് ഓഫ് ഹോപ്പ്. അമേരിക്കയുടെ മുൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ നാഗപട്ടണം സന്ദർശിച്ചപ്പോൾ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ഇത്ര വലിയ നഷ്ടത്തിൽ നിന്നും ഉയരുവാൻ സാധിച്ചത് എങ്ങനെ? അവരുടെ ഉത്തരമോ, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു ഞങ്ങളിൽ ഇരിക്കുന്നു എന്ന് കൊളോസിയർ 1:27 പറഞ്ഞിരിക്കുന്നത് പോലെ. The secret is Christ in us, the hope of glory, according to Colossians. Clinton later said, I can never forget in my lifetime the most courageous couple I have seen in this world. ഈ വിശ്വാസം അവരെ BBC, CNN, ആനന്ദവികടൻ, കുങ്കുമം, കുമുദം ഇവരെല്ലാം പബ്ലിഷ് ചെയ്തു. ഇസ്രായേലിൽ ഒരിക്കൽ അവർക്ക് സാക്ഷ്യം പറയുവാൻ ക്ഷണം ലഭിച്ചു. അവരുടെ വിശ്വാസ പ്രഖ്യാപനം കേട്ട ചിലർ അവരോട് ഇപ്രകാരം പറഞ്ഞു, ഞങ്ങൾ യേശുവിനെ കണ്ടിട്ടില്ല, പക്ഷേ നിങ്ങളിൽ ക്രിസ്തുവിനെ കാണുന്നു. ഒന്നും നഷ്ടപ്പെടാത്തവർക്ക്, ഒന്നും സാക്ഷിപ്പാനില്ലാത്തവർക്ക് വലിയ സാക്ഷ്യം സാധിക്കില്ലായിരിക്കും. വലിയ സാക്ഷ്യത്തിന് വലിയ ത്യാഗങ്ങൾക്ക് ഒരുക്കമായിരിക്കും. My God, why have you forsaken me? എന്ന് യേശു ക്രിസ്തു ക്രൂശിൽ ചോദിക്കുന്നു. ഇത് 22-ാം സങ്കീർത്തനത്തിന്റെ ആദ്യത്തെ വാചകങ്ങൾ പോലുമാണ്. ദൈവഭക്തിയുള്ള യൂതർ സങ്കടവേളകളിൽ സങ്കീർത്തനങ്ങൾ ഉരുവിടുമായിരുന്നു. യേശുക്രിസ്തുവും അത് തന്നെ ചെയ്തു. എന്നാൽ 22-ാം സങ്കീർത്തനം എല്ലാം ആധിയും നൈരാശ്യവും ഉള്ളതല്ല. അത് അവസാനിക്കുന്ന ഭാഗങ്ങൾ ഇങ്ങനെയാണ്: യഹോവ ഭക്തന്മാരെ അവനെ സ്തുതിച്ചു, മഹാസഭയിൽ എനിക്ക് പ്രശംസ നിങ്കൽ നിന്ന് വരുന്നു. യഹോവയെ അന്വേഷിക്കുന്നവർ അവനെ സ്തുതിക്കും. രാജ്യത്വം യഹോവയ്ക്കുള്ളതല്ലോ. വരുന്ന തലമുറയോട് യഹോവയെ കുറിച്ച് കീർത്തിക്കും. ക്രൂശിന്റെ അനുഭവത്തിന് ശേഷം യേശുവിന് ഈ സങ്കീർത്തനം പോലെ തന്നെ വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു. ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ, നാം അറിയുന്നുവെങ്കിൽ, നമ്മുടെ ആധിയുടെയും വേദനയുടെയും നാളുകൾ, നമ്മുടെ നൈരാശ്യത്തിന്റെയും ഭയത്തിന്റെയും ദിവസം, നമ്മുടെ ഏകാന്തതയുടെയും ഒറ്റപ്പെടുത്തലുകളുടെയും സമയങ്ങൾ കഴിഞ്ഞു പോകും. സന്തോഷത്തോടുകൂടി അവന്റെ നീതിയെ വർണ്ണിക്കുന്ന നാളുകളിലേക്ക് നാമും ചെന്നു ചേരും. In conclusion, let us build resilient communities together in faith. Our crisis is not as bad as we think it to be. Our God is faithful. He will not let us be tempted beyond what we can bear, like the farmer making his son carry only what he can bear. Secondly, this crisis too will pass away. Our tears and our laughter will make way as the king learned through his magic ring. Thirdly,
We ought to remain calm, conscious, as Ms. Geeta prayed, that God is in control. Like Paul exhorted, filling our hearts with the peace that Jesus gives. Fourthly, let us not worry. We cannot add a cubit to our height. Our call is to seek his kingdom, devoting time to learning about him and his plans. Fifthly, God has given us helpers in church and outside, amongst our friends and neighbors. Let us reach out to them. Let us build our community. And let us help them, thus making our community vibrant and love-filled. Sixthly, we are called to bear much fruit, remaining in Christ at all times. Pruning is evidence that God, our master gardener, is at work. Seventhly, crises drive us closer in fellowship and worship with our God, as Joe Biden's life tells us. As Paul, the greatest apostle, was told, his grace is sufficient for us. Eighthly, in crisis as in better times, as individuals and as groups, let us be found at our duty, like Colonel Davenport said 2 centuries ago. Ninthly, let us remember that we are called not to be successful, but to be faithful, as Mother Teresa said, as Reverend Sergeant Peter sang. And finally, let our testimony in times of crisis bring others to Christ, like Parameshwaran and Chudamani of Nagapattinam. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. Thank you, madam, for that crisp and clear message. In fact, it was a lecture with the definite points to follow the post-COVID or through COVID rebuilding of ourselves. മാഡത്തിന്റെ ദൈവത്തിലുള്ള പൂർണ്ണ ആശ്രയം ഈ പ്രസംഗത്തിലൂടെ ഉടനീളം നിഴലിക്കുന്നുണ്ടായിരുന്നു എന്ന് ഞാൻ ഓർക്കട്ടെ. തീർച്ചയായിട്ടും പ്രിയമുള്ളവരെ, പ്രതിസന്ധികൾ കടന്നുപോകും. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിക്കുക എന്നുള്ളതാണ് അതിനുള്ള മരുന്ന്. വിശ്വസ്തരായിരിക്കാം, കരുതലുള്ളവരായിരിക്കാം. ഇതൊരു ചെത്തി വെടിപ്പാക്കുന്ന ഒരു പ്രൂണിങ്ങിന്റെ സ്റ്റേജ് മാത്രമാണ് എന്ന് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് മുന്നേറാം. താങ്ക് യു മാഡം വൺസ് അഗെയിൻ. നമ്മളുടെ പ്രോഗ്രാമിൽ ഈ നമുക്കുള്ളത് നമ്മളുടെ വർഷിപ്പ് സർവീസ് ആണ്. ഈ പ്രാർത്ഥന നമുക്ക് വേണ്ടി ലീഡ് ചെയ്യുന്നത് YWCയുടെ വൈസ് പ്രസിഡന്റ് എഡിത്ത് ഇഗ്നേഷ്യസ് ആണ്. മാഡത്തെ ഈ പ്രാർത്ഥന നയിക്കുവാനായിട്ട് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രാരംഭ പ്രാർത്ഥന. ഞാൻ എൻ്റെ കണ്ണുകൾ പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തിൽ ഉണ്ടാക്കിയ യഹോവ. 21:1-2. ക്രിസ്തു യേശുവിലൂടെ ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന ദൈവമേ, സ്വർഗീയ പിതാവേ, അഖില ലോക പ്രാർത്ഥനാ വാരത്തിന്റെ 2ാം ദിവസമായ ഇന്ന് ഞങ്ങൾ അങ്ങയുടെ കരുണയ്ക്കായും അനവരതമായ നല്ല ദാനങ്ങൾക്കായും അങ്ങയെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ദൈവമായ കർത്താവെ, ലോകത്തിൽ ക്രിസ്തു സാന്നിധ്യം ആചരിപ്പാൻ വിളിക്കപ്പെട്ട ഞങ്ങളെ നീ പ്രകാശമുള്ളവരാക്കി മാറ്റണമേ. കർത്താവിന് ഞങ്ങളെക്കുറിച്ചുള്ള പ്രതീക്ഷയ്ക്കനുസരിച്ച് വളരുവാനും ദൈവകൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുവാനും മറ്റുള്ളവരെ ജീവന്റെ വെളിച്ചത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുവാനും ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിലൂടെ സൗജന്യമായ രക്ഷ ലഭിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. പ്രതിസന്ധികളുടെ മധ്യേ ആത്മീയവും സാമ്പത്തികവുമായ ശാക്തീകരണം പ്രാപിക്കാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ. യേശു കർത്താവിന്റെ തിരുനാമത്തിൽ ചോദിക്കുന്നു, കേട്ടുത്തരം തന്നരുളണമേ. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥന. കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന ആയുസ്സിനായും ആരോഗ്യത്തിനായും
ശുശ്രൂഷ മേഖലകൾക്കായും ബന്ധങ്ങൾക്കായും സ്നേഹിതർക്കായും അനുദിനം അങ്ങയുടെ ദിവ്യ വിചാരണയാൽ ഞങ്ങളെ പരിപാലിക്കുന്നതിനായും ദൈവമേ, അങ്ങ് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞങ്ങൾ അങ്ങയ്ക്ക് സ്തോത്രം ചെയ്യുന്നു. ദൈവം തന്റെ ഹിതത്താൽ മനോഹരമായി സൃഷ്ടിച്ച ഭൂമിയെയും അതിലുള്ള ജൈവ സമ്പത്തിനെയും പരിപാലിക്കുവാൻ ഞങ്ങളെ ആക്കിയിരിക്കുന്നുവെന്ന് തിരിച്ചറിയുമ്പോഴും അതിനെ അവഗണിച്ച് സൃഷ്ടിയെ നശിപ്പിക്കുന്ന കുറവുകളെ ദൈവമേ, അങ്ങയുടെ കരുണയാൽ ഞങ്ങളോട് ക്ഷമിച്ച് ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. ഇന്ന് മുഖ്യ സന്ദേശം നൽകുന്ന ഡോക്ടർ ഉഷ ടൈറ്റസ് IASനെയും അവരുടെ എല്ലാ ശുശ്രൂഷകളെയും അനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. വിവിധ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് ഈ പ്രാർത്ഥനാ കൂട്ടായ്മയിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. തിരുവനന്തപുരം YMCA, YWCA എന്നീ സംഘടനകളിലൂടെ നടത്തപ്പെടുന്ന എല്ലാ ആത്മീയ ശുശ്രൂഷകൾക്കായും ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായും സാമൂഹിക പ്രവർത്തനങ്ങൾക്കായും ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മഹാമാരി മൂലം സംജാതമായിരിക്കുന്ന പുതിയ ലോകക്രമത്തിൽ പ്രത്യാശയുടെ കിരണങ്ങൾ അങ്ങയിൽ നിന്ന് സ്വീകരിപ്പാനും പ്രതിസന്ധികളിലെ ആത്മീയ ഭൗതിക നിയോഗങ്ങൾ തിരിച്ചറിയുവാനും ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഞങ്ങൾ എല്ലാവരെയും അതിന് യോഗ്യവും പ്രാപ്തരുമാക്കണമേ ഞങ്ങൾ അപേക്ഷിക്കുന്നു. സമർപ്പണ പ്രാർത്ഥന. സഭയുടെ നാഥനായ കർത്താവെ, സാമൂഹ്യ പശ്ചാത്തലത്തിൽ നിലകൊള്ളുന്ന സഭ അതിന്റെ ദൗത്യ നിർവഹണം പൂർണ്ണമാക്കുന്നത് ഉൾപ്പെട്ടു നിൽക്കുന്ന സമൂഹത്തിന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവരുടെ ജീവിതാനുഭവങ്ങളിൽ ചേരുമ്പോഴാണ് എന്ന ബോധ്യം ഞങ്ങൾക്ക് നൽകണമേ. COVID-19 വ്യാപനം മൂലം ലോകം മുഴുവൻ വലിയ പ്രതിസന്ധിയിലായിരിക്കുന്നു. ഈ കാലത്ത് ഞങ്ങളാൽ ആവോളം ആത്മീയവും സാമ്പത്തികവുമായ സഹായങ്ങൾ അർഹരായവർക്ക് നൽകി പ്രതിസന്ധിയെ മറികടക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. എല്ലാ ആരോഗ്യ പ്രവർത്തകർക്കായും സാമൂഹ്യ സേവന രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാ സംഘടനകൾക്കായും നിയമപാലകർക്കായും ശരിയും സമയോചിതവുമായ തീരുമാനങ്ങൾ എടുക്കേണ്ടുന്ന ഭരണകർത്താക്കൾക്കായും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ ജനവിഭാഗങ്ങളും ഞങ്ങളുടെ പാപം ഏറ്റുപറഞ്ഞ് സംഘടനകളിലേക്ക് തിരിക്കുവാനും രൂപാന്തരം പ്രാപിക്കുവാനും ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ചോദിച്ചതിലും നനച്ചതിലും അത്യന്തം പരമായ നന്മകളെ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപ തോന്നി കേട്ടുത്തരം തന്നരണമേ. ആമേൻ. താങ്ക് യു മാഡം. ഇപ്പോൾ കൃതജ്ഞത അർപ്പിക്കുന്നതിനായി YWCയുടെ അംഗമായിരിക്കുന്ന ശ്രീമതി മോളി സ്റ്റാൻലിയെ ക്ഷണിക്കുന്നു. മോളി സ്റ്റാൻലി അൺമ്യൂട്ട് ചെയ്തിട്ട് കൃതജ്ഞത പ്രകാശിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ദൈവനാമത്തിനെ മഹത്വം ഉണ്ടാകട്ടെ. YMCAയുടെ പ്രസിഡന്റ് ശ്രീ ജെയിംസ് ജോസഫ്, YWCA പ്രസിഡന്റ് നീന തോമസ്, ഇന്നത്തെ മുഖ്യ അതിഥി ഡോക്ടർ ഉഷ ടൈറ്റസ് IAS, YMCA സ്പിരിച്വൽ കമ്മിറ്റി ചെയർമാൻ ഷെവലിയർ കോശിയം ജോർജ്, YWCA സ്പിരിച്വൽ കമ്മിറ്റി ചെയർപേഴ്സൺ ഷേമ ജോർജ്, ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്ന വിവിധ സ്ഥലങ്ങളിൽ നിന്ന് പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് നമസ്കാരം. പ്രിയമുള്ളവരെ, നമുക്കറിയാം YMCA YWCA പരിപാടിയുടെ രണ്ടാമത്തെ ദിവസത്തെ ആണ് ഇന്ന് നമ്മുടെ മുഖ്യാതിഥിയായിട്ട് നമ്മുടെ മുമ്പിൽ എത്തിയത്, നമ്മുടെ പ്രത്യേക ക്ഷണം സ്വീകരിച്ച് എത്തിയ ഡോക്ടർ ഉഷ ടൈറ്റസ് IAS അവറുകളാണ്. പ്രതിസന്ധികളിലെ ആത്മീയ സാമ്പത്തിക ശാക്തീകരണം എന്ന വിഷയത്തെ ആസ്പദമാക്കി വളരെ വിശദമായിട്ട് നമ്മോട് സംസാരിച്ചു. നമുക്കറിയാം, ഈ COVID-19 എന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ നാം എല്ലാവരും വളരെയധികം വിഷമിച്ചിരിക്കുന്ന ഈ സമയത്ത് ഈ പ്രതിസന്ധികളെ എങ്ങനെ തരണം ചെയ്യാം, ഈ പ്രതിസന്ധികൾ നമ്മൾ എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടത് എന്ന് വേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ വളരെ വിശദമായിട്ട് നമ്മളോട് സംസാരിക്കുകയുണ്ടായി. പ്രതിസന്ധികളിൽ നമ്മെ കൂടുതൽ സൃഷ്ടാവിനോട് കൂടുതൽ അടുപ്പിക്കുമെന്നും പ്രതിസന്ധികളിലും നാം ചെയ്യേണ്ട കടമ എന്തൊക്കെയാണെന്നും ആ പ്രതിസന്ധി കാരണം വെറുതെ ഇരിക്കാതെ നമ്മുടെ കടമ ചെയ്യണം എന്ന് വേദപുസ്തകത്തിലൂടെ നമ്മെ പഠിപ്പിച്ചു. ദൈവം നമ്മോട് കൂടെ ഉണ്ട് എന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ എല്ലാ പ്രതിസന്ധികളിൽ നിന്നും കരകയറാൻ നമുക്ക് സാധിക്കും. ഈ പ്രതിസന്ധികൾ കടന്നു പോകും.
അപ്പോഴൊക്കെയും നാം ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുമ്പോട്ട് പോകണം എന്നും വളരെ വിശദമായി നമുക്ക് പറഞ്ഞു തരികയുണ്ടായി. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന് നമ്മെ ഇത്രയധികം വളരെയധികം ഉത്തേജിപ്പിച്ച ഡോക്ടർ ഉഷ ടൈറ്റസ് IAS അവരോടുള്ള ഹൃദയംഗമായ നന്ദിയും സ്നേഹവും ഞാൻ ഈ സമയം അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ YMCA പ്രസിഡന്റ് ജെയിംസ് ജോസഫ്, YWCA പ്രസിഡന്റ് നീന തോമസ്, അതുപോലെ സ്പിരിച്വൽ കമ്മിറ്റി ചെയർപേഴ്സൺ ചെയർമാൻ ഷെവലിയർ കോശിയം ജോർജ്, YWCA സ്പിരിച്വൽ കമ്മിറ്റി ചെയർപേഴ്സൺ ഷേമ ജോർജ് തുടങ്ങി ഈ രാജ്യത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും നമ്മുടെ ഈ മീറ്റിംഗിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ ആൾക്കാരോടും എല്ലാവരോടുമുള്ള നന്ദി ഈ സമയം ഞാൻ അറിയിക്കുന്നു. തീർച്ചയായിട്ടും വളരെയധികം നമുക്ക് എല്ലാവർക്കും പഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേട്ടു. എല്ലാവരെയും ഒരിക്കൽ കൂടി എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. വീണ്ടും നമുക്ക് നാളെ കാണാം. ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം. നമ്മുടെ യോഗം അവസാനത്തിലോട്ട് പോവുകയാണ്. ഒരു കാര്യം നിങ്ങളെ ഓർമ്മിച്ചു കൊള്ളട്ടെ. നാളെ 3-ാം ദിവസത്തെ പ്രാർത്ഥന കൃത്യം 7 മണിക്ക് തന്നെ ആരംഭിക്കുന്നതാണ്. അതുകൊണ്ട് ഇന്ന് പങ്കെടുത്ത എല്ലാവരും തീർച്ചയായിട്ടും നാളെയും പങ്കെടുക്കണമേ എന്ന് അഭ്യർത്ഥിക്കുന്നു. ഇപ്പോഴും നമുക്ക് സമാപന പ്രാർത്ഥനയ്ക്കും ആശീർവാദത്തിനുമായിട്ട് ദക്ഷിണ കേരള മഹായിടവകയിലെ ഒരു സീനിയർ വൈദികനായിരിക്കുന്ന YMCA സുഹൃത്തായിരിക്കുന്ന റവറൻഡ് എസ് ഗ്ലാഡ്സ്റ്റനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. സ്നേഹവാനും പരിശുദ്ധരുമായ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, ഈ സന്ധ്യാസമയം അനുഗ്രഹിക്കപ്പെട്ടതായിട്ടുള്ള ഒരു കൂട്ടായ സഹായിച്ച വലിയ കൃതിക്കായി ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം 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 ചെയ്യുന്ന രണ്ടാം ദിനം രാത്രിയിൽ അവിടുത്തെ സഹായിച്ചതായി ഞങ്ങൾ ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ സന്ദേശം അവിടുത്തെ തിരുസാന്നിധ്യം അനുഭവിപ്പാൻ അങ്ങ് സഹായിച്ച എല്ലാ കൃപകൾക്കായും ഞങ്ങൾ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിലുള്ള സന്ദേശം ഞങ്ങൾ ശ്രമിച്ച് ഞങ്ങൾ അങ്ങനെയുള്ള വിശ്വാസത്തിൽ ചേർന്ന് പ്രതിസന്ധികളെ തരണം ചെയ്ത് അവിടുത്തെ തിരുസാന്നിധ്യം അനുഭവിച്ച് ഈ ലോകജനതയുടെ മധ്യത്തിൽ അവിടുത്തെ മഹത്വം വെളിപ്പെടുത്തുവാൻ ആവശ്യമായി പകർന്നിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ദിനങ്ങളിലും അവിടുത്തെ തിരുസാന്നിധ്യത്തിൽ അങ്ങ് പകരണമേ. ഈ രാത്രിയില് ഈ വചനം ശ്രമിച്ച എല്ലാവരുടെയും അവിടുത്തെ ജീവിതത്തിലേക്ക് വരുന്നു. കർത്താവിന്റെ സാന്നിധ്യം, കർത്താവിന്റെ കൃപ അങ്ങയുടെ മക്കളുടെ മേലങ്ങ് പകർന്ന് അവിടുത്തെ പരിശുദ്ധാത്മാവിന്റെ മക്കളെ ഈ പ്രതികൂല സാഹചര്യങ്ങളെ തരണം ചെയ്തുകൊണ്ട് ലോകമെമ്പാടുമുള്ള ജനത കണ്ണീരിൽ നിലവിളികളിലായിരിക്കുമ്പോൾ അങ്ങനെയുള്ള വിശ്വാസത്തിലേക്ക് ഇഴകിച്ചേരുന്നതിനാവശ്യമായ കൃപ അങ്ങ് പകരുകയും അവരുടെ കൃപയുടെ കടലിൽ ഓരോ മക്കളെയും ഒന്ന് വഹിക്കുകയും ചെയ്യണമേ പ്രാർത്ഥിക്കുന്നു. അങ്ങയാൽ അസാധ്യമായതൊന്നുമില്ല, സകലതും സാധ്യമാണെന്ന് അവിടുത്തെ വചനം പഠിപ്പിക്കുന്ന പ്രകാരം ലോക ജനത ഈ പ്രതിസന്ധി കാലഘട്ടത്തിൽ അങ്ങനെ കൂടുതൽ ഇഴകിച്ചേർന്ന് അങ്ങനെയുള്ള വിശ്വാസത്തിൽ നിലനിന്ന് അപ്പൊ ഇപ്രകാരമുള്ള പ്രാർത്ഥന കൂട്ടായ്മകളെല്ലാം അത് മുഖാന്തരമായി തീരുമാനം സഹായിക്കുകയും അവിടുത്തെ കൃപകൾ നിറയ്ക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ രാത്രിയിൽ ഞങ്ങൾ കേട്ട വചനം ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് അനുഗ്രഹമായി അവിടുന്ന് സഹായിക്കണം. YWCA, OMC തുടങ്ങിയ പ്രവർത്തനങ്ങളിൽ നേതൃത്വം നൽകുന്ന എല്ലാ അവിടുത്തെ മക്കളെയും അവിടുത്തെ കരങ്ങളിലേക്ക് തരുന്ന കർത്താവെ, തിരുവനന്തപുരം പട്ടണം പ്രദേശത്ത് അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ 2 സെക്ടറിലും അതിന് നേതൃത്വം നൽകുന്ന പ്രസിഡന്റ്, സെക്രട്ടറി, അതുപോലെ തന്നെ ഇപ്രകാരമുള്ള കൂട്ടായ്മ സംഘടിപ്പിക്കുന്ന മക്കളെല്ലാവരും സഹായിക്കണമേ. കർത്താവിനുള്ള ദിവസത്തിന്റെ പ്രാർത്ഥന കൂട്ടായ്മയിലെല്ലാം അപ്പന്റെ കൃപയും അപ്പന്റെ സാന്നിധ്യവും എല്ലാവരും പങ്കുചേർന്ന് അവിടുത്തെ മറ്റുള്ളവർ ഉയർത്തിപ്പിടിക്കാൻ അവിടുന്ന് സഹായിക്കണമേ. തിരുക്കരങ്ങളിൽ വഹിക്കണമേ. ഞങ്ങൾ ഈ രാത്രിയിൽ കേട്ട വചനത്തോട് ചേർന്ന് ഞങ്ങളുടെ പ്രതിസന്ധികളെ തരണം ചെയ്ത് അതിൽ പൂർണ്ണമായി ഇഴുകിച്ചേർന്ന് ഈ ലോക ജീവിതയാത്ര തുടർന്ന് അനേകരെ അതിലേക്ക് ശക്തീകരിക്കണമേ. അവിടുത്തെ തിരുസാന്നിധ്യം നിറയ്ക്കണമേ. ലോകത്തിന്റെ നാനാഭാഗത്തിലെ
കണ്ണുനീരോടെ ആയിരിക്കും. അവിടുത്തെ മക്കളെ അവിടുത്തെ കണ്ണുനീർ തരുന്നു. ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ആശ്വാസദായകനായി, സമാധാനപ്രഭുവായി, സൗഖ്യദായകനായി ലോക ജനമധ്യത്തിലേക്ക് കടന്നു ചെയ്യണമേ. തിരുസാന്നിധ്യത്തിൽ നടത്തണമേ. അന്ധകാര ശക്തികളും എല്ലാ പ്രവർത്തനങ്ങളിലും ഇവിടുന്ന് കൂടെ ഉണ്ടായിരുന്നു നടത്തുന്നതായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്ത് ലോകത്തിന്റെ സാക്ഷികളായി തീരുവാൻ അവിടുന്ന് എല്ലാവരെയും ശക്തീകരിക്കണമേ. പരിശുദ്ധാത്മാവിനാൽ നിറച്ച് നടത്തണമേ. സമാധാനത്തോടെ അവിടുത്തെ കാര്യങ്ങളിൽ വിശ്രമിച്ച് പ്രഭാതത്തിൽ ഉണർന്ന് അങ്ങേക്ക് നന്ദി കരയറ്റുവാൻ അവിടുന്ന് സഹായിക്കണമേ. എല്ലാ ബന്ധങ്ങളിൽ വിടുവിച്ച് കാരണമേ. ആശീർവാദം സകല ബുദ്ധിയെ നമ്മുടെ ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവായ കർത്താവിന്റെ അനുഗ്രഹം താങ്ക് യു അച്ഛാ. നമ്മുടെ ഇന്നത്തെ യോഗം ഇവിടെ സമാപിക്കുകയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. നാളെ തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി നമുക്ക് കാണുവാൻ ഇടയാകട്ടെ. താങ്ക് യു. താങ്ക് യു ജെയിംസ്. താങ്ക് യു ജെയിംസ്. Thank you all. Thank you. Good night. Good night, everybody. Good night, everybody. Good night. Thank you. ബിറ്റി എല്ലാവരും അൺമ്യൂട്ട് ചെയ്തേരെ കേട്ടോ. ബിറ്റി എല്ലാവരും അൺമ്യൂട്ട് ചെയ്തേരെ. ആരെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ പറഞ്ഞോട്ടെ. എല്ലാവരും അൺമ്യൂട്ട് ചെയ്തേരെ. ബിറ്റി എല്ലാവർക്കും അവരവർ തന്നെ അൺമ്യൂട്ട് ചെയ്യണം. അൺമ്യൂട്ട് ചെയ്താലേ പരസ്പരം സംസാരിക്കാം. ഐസനുണ്ടോ? ഐസൻ ക്ലാസ് അച്ഛൻ സുഖം തന്നെയല്ലോ. ഐസനുണ്ട്. ഐസനുണ്ടോ? How are you? ഐസനുണ്ട്. ഇന്നലെ ഉണ്ടായിരുന്നല്ലോ. ഫുൾ ടൈം ഉണ്ടായിരുന്നു. ഇന്നലെ ഉണ്ടായിരുന്നു. സാധിച്ചല്ലോ. ഐസന്റെ ഫോൺ വർക്ക് ചെയ്യുന്നില്ല. ഫോണിൽ വിളിച്ചാൽ കിട്ടുന്നില്ലല്ലോ. ഓഫ് ചെയ്തിട്ടേ അത്യാവശ്യമുള്ള കോളേ എടുക്കാറുള്ളൂ. അത് ശരി. അപ്പോൾ നമ്മളാരും അത്യാവശ്യക്കാരല്ല. എന്ന് പറയാനൊക്കില്ല. ചില ഫോൺ കണ്ടാ ഇവിടെ എടുക്കും, ചിലത് ലേറ്റ് ആവും. Thank you very much. വളരെ നന്നായിരിക്കുന്നു. മീറ്റിംഗ് വളരെ നന്നായിരിക്കുന്നു. കൺഗ്രാജുലേഷൻ ഫോർ ആൾ. വെരി ഗുഡ്. ഹലോ കോശി സാർ, വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ്. ഉഷ ടൈറ്റസിന്റെ മെസ്സേജ് വളരെ അനുഗ്രഹീതമായ ഒരു മെസ്സേജാണ്. ഞാൻ ഫുൾ ടൈം കേട്ടു. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. അതുപോലെ ഇതിന്റെ പ്രസിഡന്റിനും എല്ലാവരോടും പ്രത്യേകം ഞാൻ താങ്ക്സ് പറയാം. ഇടയ്ക്കച്ഛനെ കണ്ടിരുന്നു, പിന്നെ കണ്ടില്ല. ഞാനിങ്ങനെ നോക്കിയായിരുന്നു, ഇങ്ങനെ പേര് നോക്കി വരികയായിരുന്നു. ഇല്ല, ഞാൻ ഫുൾ ടൈം ഉണ്ടായിരുന്നു. ഞാൻ കണ്ടു നേരത്തെ കണ്ടു. അച്ഛനെ വീഡിയോ ഓൺ ചെയ്യാത്തത് കൊണ്ട് ഞാൻ പിന്നെ പേര് ഞാൻ ശ്രദ്ധിച്ചു. ശനിയാഴ്ച വരെ ഉണ്ട്. അച്ഛന് സൗകര്യമുള്ള സമയത്തൊക്കെ എല്ലാ ദിവസവും ഞാൻ ഉണ്ടാവും സാർ. നാളെ അത് പറഞ്ഞല്ലോ. നാളെ നമ്മുടെ ADGP ആണ്, മിസ്റ്റർ മനോജ് എബ്രഹാം ആണ്. നാളെ ADGP മനോജ് എബ്രഹാം ആണ് സന്ദേശം നൽകുന്നത്. അല്ല, അത് നേരത്തെ അനൗൺസ് ചെയ്യണമായിരുന്നു. എല്ലാവർക്കും അറിയാം, നോട്ടീസ് എല്ലാവർക്കും ഉണ്ട്. എന്നിരുന്നാലും ഓക്കെ.
ഇന്നും അറ്റൻഡൻസ് നന്നായിരുന്നല്ലോ കോശി. 100 ഇന്ന് 100 കൂടുതൽ ഉണ്ടായിരുന്നു. ഇന്നും ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നും കൂടുതൽ അതെ അതുവരെ വന്നു. കുറച്ചുപേര് ഫേസ്ബുക്കിലും കയറി കാണും. 100 കൂടുതൽ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. Happy about the program. നല്ലതായിട്ടാണ്. YWCA leaders, congratulations. പ്രസിഡന്റ് ഒക്കെ പോയോ? YWCA അല്ല, അതുപോലെ YMCA ലീഡേഴ്സിന് കൺഗ്രാറ്റുലേഷൻ. താങ്ക് യു. സ്വീകരിച്ചിരിക്കുന്നു. എല്ലാവരും ഒത്തൊരുമിച്ച് നന്നായിട്ട് പ്രവർത്തിക്കുന്നു. എല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ നമുക്ക് നല്ലപോലെ ചെയ്യാമെന്നുള്ളത് എന്റെ വീണ്ടും അത് എപ്പോഴും നമുക്ക് അറിയാൻ പാഠം. പക്ഷെ എന്നിരുന്നാലും വീണ്ടും അത് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാം. അല്ല, ഈ വെബിനാറായിട്ട് ഇത്രയും പേര് പങ്കെടുത്തു. ഇതാണ് ആളുകൾ കൂടുതൽ പങ്കെടുക്കാൻ സാധ്യത ഇതിലാണെന്ന് തോന്നുന്നു. വെബിനാറിലാണെന്ന് തോന്നുന്നു. അവിടെ വരാൻ പറഞ്ഞ ആൾക്കാർക്ക് വരാൻ മടിയാണല്ലോ. ഇതാകുമ്പോൾ കുറെ കൂടെ സൗകര്യമായിട്ടൊക്കെ കയറുന്നുണ്ട്. ജെയിംസ് നന്നായിരുന്നു. ഗുഡ് ജോബ്. താങ്ക് യു. രാധിക പാടുന്നത് ഞാൻ ശ്രദ്ധിച്ചു. താങ്ക് യു സർ. വേറെയുണ്ടല്ലേ? ഉണ്ട് സർ. ഓക്കെ, താങ്ക് യു സർ. രാധിക വാസ് മൈ കൊളീഗ് ഇൻ ദി ഡയറക്ടറേറ്റ്. രണ്ടുപേരെയും കാണുന്നത് സന്തോഷമാണ്. ഇങ്ങനെ കാണാൻ സാധിക്കുന്നല്ലോ, നല്ല കാര്യം. ജോൺസിക്ക് നാളെയാണോ പ്രോഗ്രാം പറഞ്ഞിട്ടുള്ളത്? ഫ്രൈഡേ. ഇന്നും കറക്റ്റ് ടൈമിന് തുടങ്ങി കറക്റ്റ് ടൈമിന് തീർന്നു. 8 മണിക്ക്. അതാണല്ലോ നമ്മുടെ സ്റ്റൈൽ. വളരെ കൃത്യമായിട്ട് പാലിക്കുന്നുണ്ട്. അതെ, ടൈം കറക്റ്റ് ആയിട്ട് പാലിക്കുന്നുണ്ട്. YMCA ഒരു പുതിയ കൾച്ചർ ഉണ്ടാക്കിയിരിക്കും. അതെ, ഞാൻ പറഞ്ഞ സമയം പാലിച്ചിരിക്കും. പാലിക്കാവുന്ന സമയമേ നമ്മൾ പറയും. അതാ. തോമസ്. അലക്സാണ്ടർ അച്ചോ, താങ്ക് യു. അലക്സാണ്ടർ അച്ചോ, നന്ദി. അലക്സാണ്ടർ അച്ഛൻ അത് മ്യൂട്ട് ആയിട്ടിരിക്കാൻ തോന്നുന്നു. ഓക്കെ അച്ചോ, നന്ദി. ഓക്കെ, ഇന്നിപ്പോ അലക്സാണ്ടർ അച്ഛനെ താടി മാത്രമേ കാര്യമായിട്ട് മുഖം കിട്ടുന്നില്ല. എനിക്ക് മനസ്സിലായില്ല. ആക്ച്വലി അദ്ദേഹമാണെന്ന് മനസ്സിലായില്ല നേരത്തെ. കഴിഞ്ഞിട്ട് പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല സാർ, ഒന്നുമില്ല. തുടർച്ചയായിട്ട് ഇരിക്കുന്നുണ്ട്, പ്രയാസമില്ല. ഇല്ല, കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ എല്ലാ ദിവസവും വൈകിട്ട് 1 മണിക്കൂർ ഇരിക്കുക. അപ്പൊ കുറച്ചുകൂടെ ആരോഗ്യം ഭേദപ്പെടും എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ എല്ലാ ദിവസവും വരാനാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാ ദിവസം കാണണം. ക്ലോസ് ചെയ്യാം. ബിറ്റി എല്ലാവരും പറഞ്ഞു തരുമെന്ന് തോന്നുന്നു. ബിറ്റി ക്ലോസ് ചെയ്യാം കേട്ടോ. ബിറ്റി മീറ്റിംഗ് ക്ലോസ് ചെയ്യാം. ഓക്കെ, എല്ലാവർക്കും താങ്ക്സ്. ഓക്കെ, Thanks a lot to everybody. Good night, everybody.